കുറച്ചു മുമ്പ് നമ്മുടെ ഹുദവി സുഹൃത്തുക്കളിൽ ചിലരുടെ പുറത്തു വന്ന ഒരു ചാറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മളത് നേരത്തെ കാണുകയും വല്ലാതെ നമുക്കൊക്കെ ദുഃഖമുണ്ടാക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. ആ ചാറ്റിൽ എന്താണുള്ളത് അതൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ നമുക്ക് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഇതിന്റെ അജണ്ട എന്താണ്? സുന്നി ഐക്യത്തെ ഭയപ്പെടുന്നത് ആരാണ്? സുന്നി ഐക്യം ഉണ്ടായാൽ നഷ്ടമാർക്കാണ്? അതുകൊണ്ട് ഇത് പൊളിക്കാനും തകർക്കാനും പണിയെടുക്കുന്നത് ആരാണ്? അതിന്റെ ലാഭം എന്താണ്? ഇതൊന്നും കൂടുതൽ വിശദീകരിക്കാതെ തന്നെ സുതരാം വ്യക്തമാവും. ആ പുറത്തു വന്ന ചാറ്റ് നോക്കൂ നിങ്ങൾ. ഡോക്ടർ ബഹാഉദ്ദീൻ ഹുദവി, നിയാസ് ഹുദവിയുടെ കണ്ടന്റിന് അദ്ദേഹം പ്രതികരിച്ച രൂപമാണിത്. അതെന്താണെന്നുള്ളത് പറയാം. അങ്ങനെ വന്നാൽ ഭൂരിപക്ഷം എവിടെ എന്ന് നോക്കി ജിഫ്രി തങ്ങൾ ആ പക്ഷത്തേക്ക് നിൽക്കും. കാരണം അദ്ദേഹം ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. സമസ്തയിൽ പിളർപ്പുണ്ടാകുന്ന, സുഹാബികൾ പിളർപ്പുണ്ടാക്കി സമസ്തയെ രണ്ടാക്കി പോയാൽ ശംസുൽ ഉലമയുടെ ശിഷ്യൻ അതിൽ ഭൂരിപക്ഷം നോക്കി നിൽക്കുമെന്ന് സയ്യിദുൽ ഉലമയെ പരിഹസിക്കുകയാണ്. അപ്പോൾ പിളർത്താനുള്ള പണി നടക്കുന്നുണ്ട്. സുന്നി ഐക്യം എന്നത് പോയിട്ട് രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം എന്ന ചർച്ചയ്ക്ക് ഒരു സ്കോപ്പുമില്ല ഇവരുടെ കാഴ്ചപ്പാടിൽ. കാരണം ഇവർ ഉള്ള ഒന്നിനെ തന്നെ ഇപ്പോൾ പിളർത്താനുള്ള പണിയിലാണ്. അങ്ങനെ പിളർന്നാൽ ജിഫ്രി തങ്ങൾ എവിടെ നിൽക്കും? ഇവിടെ രണ്ടാളുകളെ ഒരുമിച്ച് ട്രോളുകയാണ് ബഹുമാന്യനായ ബഹാഉദ്ദീൻ ഹുദവി. എന്താണ് അദ്ദേഹം ട്രോളുന്നത്? പണ്ട് പിളർപ്പുണ്ടായപ്പോൾ ഭൂരിപക്ഷം എവിടെയാണെന്ന് നോക്കി അവിടെയാണ് ശംസുൽ ഉലമ നിന്നത് എന്ന് പറഞ്ഞ് ശംസുൽ ഉലമയെ ട്രോളുന്നു. ഇവരാണിപ്പോ അമ്പലക്കടവും മുണ്ടുപാറയും ഒക്കെ ശംസുൽ ഉലമയെ പ്രതിസ്ഥാനത്ത് നിർത്തി എന്ന് പറഞ്ഞ് കരഞ്ഞു വരുന്നവർ. അപ്പോൾ ഇത് നേരത്തെ ഒരു അജണ്ടയായി ഇതിനു വേണ്ട അണിയറയിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഇന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വരുന്ന മുഖമുള്ളതും ഇല്ലാത്തതുമായ ഐഡികളിൽ നിന്ന് വരുന്ന എഴുത്തുകളും ഇവിടെ പറയപ്പെട്ട പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങളും പ്രസ്താവനകളും കൂട്ടി വായിച്ചാൽ ഇതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ട കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ശംസുൽ ഉലമ ആൾക്കൂട്ടം നോക്കി നിൽക്കുന്ന ആളാണ്, നേതാവ് ചമയാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുന്ന ആളാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് സാക്ഷാൽ ബഹാഉദ്ദീൻ നദ്വി ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും സമസ്ത പിളർന്നാൽ സുഹാബികൾ ഒരു പക്ഷത്തായിരിക്കുമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെയാണോ എന്ന് നോക്കിയിട്ട് ജിഫ്രി തങ്ങൾ അവിടെ നിൽക്കും. ജിഫ്രി തങ്ങളെയും ട്രോളി. ഇവരുടെ നേതാക്കൾ പിന്നെ ആരാണ്? ഇവർക്ക് ജിഫ്രി തങ്ങളും ഒരുപോലെയാണ്, ശംസുൽ ഉലമയും ഒരുപോലെയാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? അത് ബുദ്ധിയുള്ളവരെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കും. ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട് അതിന് പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തെ ടാഗ് ചെയ്തുകൊണ്ട് ഈ ബഹാഉദ്ദീൻ ഹുദവി വീണ്ടും പറയുന്നുണ്ട്, മഹത്വം അംഗീകരിക്കുന്നു, നിലപാടുകളോട് പലപ്പോഴും വിയോജിപ്പ്. അദ്ദേഹത്തിന് മഹാന്മാരുടെ കുരുത്തം കിട്ടിയപ്പോഴേക്ക് സുന്നികൾ രണ്ട് ഗ്രൂപ്പായി സംഘട്ടനം തുടങ്ങിയില്ലേ? സമസ്തയെ തന്നെ പിളർത്തുന്നത്, സമസ്തയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് നേതാക്കൾ തന്നെയാണ് എന്ന് ഒരു ലജ്ജയുമില്ലാതെ പറഞ്ഞു വെക്കുകയാണ്. ശംസുൽ ഉലമയാണ് സമുദായത്തിനകത്ത് പിളർപ്പുണ്ടാക്കിയത്, വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന്